2024 ഏപ്രിൽ മാസം ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഗ്രീൻലാൻഡ് ദ്വീപിൻ്റെ മുകളിലൂടെ നാസയിലെ ഗവേഷകർ ഗൾഫ് സ്ട്രീം 3 എന്ന വിമാനം പറപ്പിക്കുകയുണ്ടായി. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ നൂതനമായ റഡാർ സംവിധാനത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുക എന്നതാണ്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയല്ല, റഡാർ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇടയ്ക്കെപ്പോഴോ അവർക്ക് വിചിത്രമായിട്ടുള്ള ഒരു സിഗ്നൽ ലഭ്യമായി. പൂർണ്ണമായിട്ടും മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഗ്രീൻലാൻഡ്. അവിടെ മഞ്ഞ് മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു നാസയിലെ ഗവേഷകർ ചിന്തിച്ചിരുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി മറ്റെന്തോ ഒരു സ്ട്രക്ചർ അവിടെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റഡാർ സംവിധാനം ഉപയോഗിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അൺഇൻഹാബിറ്റഡ് ഏരിയൽ വെഹിക്കിൾ സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപയോഗിച്ച് അവർ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ചിത്രീകരിച്ചു. അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ ഞെട്ടിപ്പോയി. അതിഭീകരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അവർക്കവിടെ കാണാൻ സാധ്യമായത്. അദൃശ്യമായിട്ടുള്ള മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സിറ്റി. ഗ്രീൻലാൻഡിലെ ക്യാമ്പ് സെഞ്ചുറിയിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി അണ്ടർ ദ ഐസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. എൻ്റെ പേര് വിഷ്ണു വാസുദേവ് എന്നാണ്. എനിക്ക് ബ്രൈറ്റ് കേരളേറ്റ് എന്ന പേരിലും ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിലും 2 യൂട്യൂബ് ചാനലുകളുണ്ട്. നിലവിൽ IHREയുടെ കീഴിലുള്ള കോളേജിൽ ഞാൻ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് IHREയുടെ തന്നെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സ്കൂൾ തലത്തിൽ ഞാനൊരു ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ ഉള്ള ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് എത്ര പഠിച്ചാലും എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരിക്കുകയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു സാധാരണ വിദ്യാർത്ഥികളെക്കാളും മെമ്മറി എനിക്ക് വളരെ കുറവാണെന്ന്. പക്ഷേ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് MTech എന്ന ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഞാൻ പാസ്സായി. UGC നെറ്റും ഗേറ്റും PhDയുടെ എൻട്രൻസ് എക്സാമും ഒക്കെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തതാണ്. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എൻ്റെ പഠന രീതിയിലുള്ള മാറ്റമാണ്. ഓർമ്മശക്തി എനിക്ക് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഓർമ്മശക്തി വികസിപ്പിച്ചെടുക്കാൻ സാധ്യമായി. അതിലൂടെ ശരിക്കും എൻ്റെ IQ തന്നെ ഡെവലപ്പായി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. 10 അക്കമോ 20 അക്കമോ ഒക്കെയുള്ള വലിയ സംഖ്യകൾ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാനും കുറേയധികം ദിവസങ്ങളോളം അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും സാധ്യമാകും. ഒരു പുസ്തകം തന്നെ പൂർണ്ണമായിട്ട് മനഃപ്പാഠമാക്കാനും എനിക്ക് സാധിക്കും. പുതിയതായിട്ടൊരു ഭാഷ പഠിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. പലപ്പോഴും എൻ്റെ വീഡിയോകൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഒക്കെ ദൈർഘ്യമുള്ളതായിരിക്കും. ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റും ഞാൻ ഉപയോഗിക്കാറില്ല. ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഞാനൊരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പറോ ഉപയോഗിക്കാറില്ല. പൂർണ്ണമായിട്ടും എൻ്റെ മെമ്മറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നതും. എൻ്റെ ഓർമ്മശക്തിയും IQയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച മെമ്മറി ട്രിക്കുകളും മെമ്മറി ട്രെയിനിങ് സ്ട്രാറ്റജികളും ഒരു കോഴ്സായിട്ട് ബ്രൈറ്റ് കേരളേറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച മെമ്മറി ട്രിക്കുകൾ മാത്രമല്ല, വേറെയും നിരവധി പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അഡീഷണലായിട്ട് കുറച്ച് ട്രിക്കുകൾ കൂടി ആഡ് ചെയ്യാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ ഫീ 3000 രൂപയാണ്. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് 50% ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ BE50 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. വ്യക്തമായിട്ടുള്ള ഒരു റഡാർ ചിത്രം ലഭിച്ചുവെങ്കിൽ പോലും നാസയിലെ ഗവേഷകർക്ക് തങ്ങൾ കണ്ടെത്തിയതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു ഗവേഷകൻ ഒരു സാധ്യത മുന്നോട്ട് വെച്ചു. ഇതേ ഗ്രീൻലാൻഡിൽ തന്നെയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഒരു രഹസ്യ മിലിറ്ററി ബേസ് സ്ഥാപിച്ചത്? ഒരുപക്ഷെ അതായിരിക്കുമോ നമ്മൾ കണ്ടെത്തിയത്? തുടർന്നുള്ള പഠനങ്ങളിലൂടെ കൃത്യമായിട്ട് ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു രഹസ്യമായിട്ടുള്ള ആ സിറ്റി അമേരിക്ക സ്ഥാപിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഗവേഷകർ ഈ മൺമറഞ്ഞ സിറ്റിയെ നോക്കിക്കാണുന്നത്. മഞ്ഞിൻ്റെ അടിയിൽ മൂടപ്പെട്ട് കിടക്കുന്നത് വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ 2 ലക്ഷം ലിറ്ററോളം വരുന്ന ഡീസൽ ഓയിലും നിരവധി ന്യൂക്ലിയർ വേസ്റ്റും അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലായിട്ടാണ്. 365 ദിവസവും മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന 80% പ്രദേശം ഈ ഗ്രീൻലാൻഡിലുണ്ട്.
അവശേഷിക്കുന്ന 20% പ്രദേശത്ത് വേനൽക്കാലത്ത് നേരിയ തോതിൽ കര കാണാൻ സാധ്യമാകും. അവിടെ പൂർണ്ണമായിട്ടും പാറയാണ് അടങ്ങിയിരിക്കുന്നത്. 1959 കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലഘട്ടം. USSRനെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ ഇല്ലായ്മ ചെയ്യാനായി അമേരിക്ക ഒരു രഹസ്യ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തു. പ്രോജക്റ്റ് ഐസ്വാം. അതിൻ്റെ ലൊക്കേഷൻ ഗ്രീൻലാൻഡിലാണ്. ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികളുടെ അടിയിലായിട്ട് ഒരു വലിയ സിറ്റി തന്നെ സ്ഥാപിച്ചു. ഒരു വലിയ ടണലിൻ്റെ ശൃംഖലയാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മഞ്ഞുപാളികളുടെ അടിയിൽ പല തട്ടുകളായിട്ടാണ് അവർ പട്ടണം സ്ഥാപിച്ചത്. മൊത്തം 21 ടണലുകളുണ്ട്. എല്ലാ ടണലുകളുടെയും നീളം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 3 കിലോമീറ്റർ വരും. ഒരേ സമയം 200 പട്ടാളക്കാർക്ക് ജോലി ചെയ്യാനും താമസിക്കാനുമുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. ഒരു ദിവസം അവിടെ ജോലി ചെയ്തു വൈകുന്നേരം വീട്ടിൽ പോയി ഉറങ്ങാനൊന്നും സാധിക്കുകയില്ല. അവിടെ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് അവിടെ തന്നെ തുടരാൻ സാധ്യമാകണം. അവിടെ ഒരേ സമയം 600 ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിക്കാൻ സാധിക്കും. ലക്ഷ്യം സോവിയറ്റ് യൂണിയനാണ്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് സോവിയറ്റ് യൂണിയനെ ഈ ന്യൂക്ലിയർ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് തകർക്കാൻ സാധിക്കണം. രഹസ്യമായി ആരംഭിച്ച ഈ പദ്ധതിയെക്കുറിച്ച് പുറം ലോകത്തിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1963 പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അമേരിക്ക തന്നെ ഒരു ഡോക്യുമെൻ്ററി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ക്യാമ്പ് സെഞ്ച്വറി സിറ്റി അണ്ടർ ദ ഐസ് എന്നായിരുന്നു ആ ഡോക്യുമെൻ്ററിയുടെ പേര്. ഐസുപാടികളുടെ അടിയിലുള്ള ഒരു വലിയ നഗരം. പക്ഷേ ആ ഡോക്യുമെൻ്ററിയിൽ പ്രോജക്റ്റിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് അവർ പരാമർശിച്ചിരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നാണ് അതിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നത്. പിന്നീട് 1996 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് പ്രോജക്റ്റ് ഐസ്വാം ഡീക്ലാസിഫൈ ചെയ്യേണ്ടി വന്നു. ആ പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം അവർ പുറം ലോകത്തിന് വെളിപ്പെടുത്തി. സോവിയറ്റ് യൂണിയനെ നശിപ്പിക്കാൻ വേണ്ടി അവർ തുടങ്ങിയ പദ്ധതിയാണ്. ലോകം ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ പ്രസ്താവന കേട്ടറിഞ്ഞത്. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ വളരെ അപകടം നിറഞ്ഞ ഒരു പ്രദേശമല്ലേ ഇപ്പോൾ ഗ്രീൻലാൻഡ്. അവിടെ ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉണ്ടായിരിക്കാം, ന്യൂക്ലിയർ മിസൈലുകൾ ഉണ്ടായിരിക്കാം. അവിടുത്തെ മഞ്ഞുരുകി മാറുകയാണെങ്കിൽ അതൊക്കെ തന്നെയും സമുദ്രത്തിൻ്റെ ഭാഗമായി മാറും. അങ്ങനെയാണെങ്കിൽ ഭൂമി മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഈ സമുദ്രം ന്യൂക്ലിയർ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബോംബായി പ്രവർത്തിക്കുകയില്ലേ? നാസ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു. ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ സിറ്റി അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. കാരണം ഇലക്ട്രിസിറ്റി വെളിയിൽ നിന്നും അവിടെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പദ്ധതി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ റിയാക്ടർ അവിടെ നിന്നും എടുത്തു മാറ്റിയിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ അടിക്കടി ഉണ്ടാകുന്ന ഗ്ലേസിയേഴ്സ് ആണ്. അപ്രതീക്ഷിതമായി എപ്പോൾ വേണമെങ്കിലും മഞ്ഞിൻ്റെ പാളികൾ ആ പ്രദേശത്തുകൂടെ ആഞ്ഞൊഴുകും. ആ ഘട്ടത്തിൽ അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ മിസൈലുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിയാനുള്ള സാധ്യതയുണ്ട്. അതിനെ തുടർന്നാണ് 1960കളിൽ തന്നെ ഈ പദ്ധതി അവർ ഉപേക്ഷിക്കുന്നത്. പക്ഷേ കോടിക്കണക്കിന് അമേരിക്കൻ ഡോളേഴ്സ് അപ്പോൾ തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സകലതും അവിടെ നിന്നും നീക്കം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ന്യൂക്ലിയർ റിയാക്ടർ മാത്രം അവിടെ നിന്നും നീക്കം ചെയ്തത്. ഭാഗ്യത്തിന് ന്യൂക്ലിയർ മിസൈലുകൾ അവിടെ കൊണ്ടുപോയില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. അവിടെ 2 ലക്ഷം ലിറ്ററോളം വരുന്ന ഡീസൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ന്യൂക്ലിയർ വേസ്റ്റുമുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. എപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ മുകളിലേക്ക് മഞ്ഞ് വരിക മാത്രമേ ചെയ്യുകയുള്ളൂ. മഞ്ഞുരുകി മാറിയാലേ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ആ ഘട്ടങ്ങളിൽ ഗ്ലോബൽ വാർമിംഗ് ഒരു വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡ് നടത്തിയ പഠനങ്ങളിലൂടെ കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ ഗ്രീൻലാൻഡിലെ 35% മഞ്ഞും ഉരുകി വെള്ളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അധികം വൈകാതെ തന്നെ അവിടെ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയർ വേസ്റ്റും ഡീസൽ ഓയിലും ഈ സമുദ്രത്തിൻ്റെ ഭാഗമായി മാറും. ഇവിടെ പ്രധാനപ്പെട്ട വില്ലനായി മാറിയത് ഗ്ലോബൽ വാർമിംഗ് ആണ്. പക്ഷേ 2016
നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പബ്ലിഷ് ചെയ്തു വന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ പദ്ധതി പ്രദേശത്ത് കൂടുതലായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഉരുകുന്ന മഞ്ഞിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ആശ്വസിക്കേണ്ട ആവശ്യമില്ല. 2090 വരെ ഇപ്രകാരം മഞ്ഞിൽ മൂടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ 90 ശേഷം മഞ്ഞ് കൂടുതലായിട്ട് ഉരുകി ഒലിക്കുകയും ഡീസൽ ഓയിൽ ഉറപ്പായിട്ടും വെളിയിൽ വരികയും ചെയ്യുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. ഈ റിപ്പോർട്ടുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. 2016 ഈ റിപ്പോർട്ട് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കൺക്ലൂസീവായിട്ടുള്ള റിസൾട്ടൊന്നുമല്ല. ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഒരുപക്ഷെ കൂടുതലായിട്ട് മഞ്ഞ് അവിടെ ഉരുകുന്നുണ്ടായിരിക്കാം. ആ ലൊക്കേഷൻ വീണ്ടും ട്രേസ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് പഠന സാധ്യതകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. റഡാർ സംവിധാനം ഉപയോഗിച്ച് അവിടുത്തെ യഥാർത്ഥത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന മഞ്ഞിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ റഡാർ സംവിധാനത്തിലൂടെ തന്നെ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉള്ളിലടക്കം ചെയ്തിരിക്കുന്ന ആ സിറ്റി പ്രതലത്തിൽ നിന്നും 36 മീറ്റർ താഴ്ചയിലാണ്. അത് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണോ അതോ അവിടുത്തെ മഞ്ഞുമല ഉയർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ വീണ്ടും പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ തീവ്രമായിട്ട് നാസ തന്നെ അതിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വീണ്ടും അധികാരമേൽക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഗ്രീൻലാൻഡിനെ ഡെൻമാർക്കിൽ നിന്നും വാങ്ങിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും അന്ന് സംഭവിക്കുക. അത് ഒരുപക്ഷേ കൂടുതൽ പഠനങ്ങൾ നടത്താനും അമേരിക്ക വരുത്തിവെച്ച വിപത്ത് അമേരിക്കയെ കൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കാം. പക്ഷേ കൂടുതൽ ഡീറ്റെയിലുകൾ നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.